തീർച്ചയായിട്ടും കേരള രാഷ്ട്രീയം വല്ലാത്ത ഒരു 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 മലീമസമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് മാറുകയാണ്. അതായത് മത്സരിച്ച് ലൈംഗിക അധിക്ഷേപങ്ങൾ, രണ്ട് കാര്യങ്ങൾ ഇപ്പൊ കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും മാർക്കറ്റുള്ള കാര്യങ്ങളെന്ന് എനിക്ക് തോന്നുന്നു. ഒന്ന് ലൈംഗിക അധിക്ഷേപങ്ങൾ, രണ്ട് ആത്മഹത്യ. ഇത് രണ്ടുമാണ് ഇപ്പൊ കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ. പ്രത്യേകിച്ച് ലൈംഗിക അധിക്ഷേപങ്ങൾ പരിധി വിടുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്ന ആരോപണങ്ങൾ, ആ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ പാർട്ടി എടുക്കാവുന്നതിന്റെ മാക്സിമം നടപടി എടുത്തു. അദ്ദേഹത്തിന്റെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിയിൽ നിന്ന് മാറ്റി. അതുകൂടാതെ അദ്ദേഹത്തെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് മാറ്റിയിരിക്കുന്നു, അതും പുറത്താക്കി. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഇപ്പൊ പാർട്ടിയുടെ എന്താ പറയാ ശരിയായ അർത്ഥത്തിൽ പാർട്ടി മെമ്പർ എന്ന് പറയാൻ പറ്റില്ല. അദ്ദേഹം നിയമസഭയിലെത്തി, ഒരു ദിവസത്തേക്ക് വന്നു. പിന്നെ ഇപ്പൊ ഏറ്റവും ഒടുവിൽ പാലക്കാട് എത്തുമെന്ന് പറഞ്ഞു. പാലക്കാട് വന്ന് ഇന്നലെ വന്നു. ഇതിനിടയ്ക്ക് CPM തന്നെയാണ് അദ്ദേഹത്തെ തടയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു അധ്യായം അവിടെ നിൽക്കുന്നു. അതിന്റെ അന്വേഷണം നടക്കട്ടെ, ക്രൈംബ്രാഞ്ച് കണ്ടെത്തട്ടെ, കുറ്റക്കാരനാണെങ്കിൽ ശിക്ഷിക്കട്ടെ, അല്ലെങ്കിൽ അദ്ദേഹത്തെ എന്താന്ന് വെച്ചാൽ തൂക്കിക്കൊല്ലണേ, കൊല്ലട്ടെ. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ലൈംഗിക അധിക്ഷേപത്തിന്റെ പേരിൽ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ചു അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സുഹൃത്താണ് എന്ന പേരിൽ ഈ പറഞ്ഞ രീതിയിൽ CPMന്റെ ഏറ്റവും ഉത്തരവാദപ്പെട്ട ജില്ലാ സെക്രട്ടറി ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുക എന്ന് പറയുന്നത് വളരെ നിർഭാഗ്യകരമാണ്. ഞാൻ വിചാരിക്കുന്നത് ഒരിക്കലും സുരേഷ് ബാബുവിനെ പോലെ മെച്യൂർ ആയിട്ടുള്ള സീസൺഡ് ആയിട്ടുള്ള ഒരു പൊളിറ്റീഷ്യൻ ഒരു കാരണവശാലും പറയാൻ പാടില്ലാത്ത കാര്യമാണ് പറഞ്ഞത്. എന്തൊരു അധിക്ഷേപമാണത്. രാഹുൽ മാങ്കൂട്ടത്തില് ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന വ്യക്തി MP ഈ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഹെഡ് മാസ്റ്ററാണ് ഈ ലൈംഗിക വിഷയങ്ങളിൽ, ഹെഡ് മാസ്റ്ററാണ്. മാത്രമല്ല ഷാഫി പറമ്പിലിനെ ഒരു പരിധി കൂടി കടന്നിട്ട് അദ്ദേഹം പറയുകയാണ്, കാണാൻ കൊള്ളാവുന്ന ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ പെൺകുട്ടിയുമായിട്ട് ബന്ധം സ്ഥാപിച്ച് അവരെ ഉടനെ ബാംഗ്ലൂർക്ക് ട്രിപ്പ് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഒരാളായിട്ട്, അതായത് ഏത് പെൺകുട്ടിയും ഈ രീതിയിലാണ് സമീപിക്കുന്നത്. എന്നിട്ട് അവരെ ഇങ്ങനെ കൊണ്ടുപോകുന്ന ആ ഒരു ലൈനാണ് ഷാഫി പറമ്പിലിനെന്ന് അദ്ദേഹം പറയുന്നത്. എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ വളരെ ഗുരുതരമായ ഒരു ആരോപണം വളരെ ഉത്തരവാദപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവിനെതിരെ ഉന്നയിക്കുന്ന നമുക്കറിയില്ല. ഒരുപക്ഷെ അദ്ദേഹം വടകരയില് CPMന്റെ മുതിർന്ന നേതാവ് ശൈലജ ടീച്ചറെ അട്ടിമറിയിലൂടെ പരാജയപ്പെടുത്തിയതിന്റെ അന്ന് തന്നെ നമുക്കറിയാം അദ്ദേഹത്തിനെതിരെ എന്തെല്ലാം ആരോപണങ്ങൾ ഉന്നയിച്ചു. ഈ പറഞ്ഞ രീതിയിൽ പല രീതിയിൽ അതിനെക്കുറിച്ചൊന്നും ഒരു അന്വേഷണം നടന്നിട്ടില്ല. ഈ പറഞ്ഞ എന്തെല്ലാം ആരോപണങ്ങൾ, എന്തെല്ലാം രീതിയിലുള്ള തന്ത്രങ്ങളാണ് അന്ന് പുറത്തു വന്നത്. CPM എടുത്ത തന്ത്രങ്ങൾ അത് ആരാണെന്ന് കണ്ടെത്താൻ സൈബർ വിങ് ഒന്ന് അന്വേഷിച്ചാൽ അതിന്റെ ഉറവിടമൊന്നും കണ്ടെത്താൻ ഒരു പ്രയാസമില്ല. പക്ഷെ ചിലരെയൊക്കെ രക്ഷിക്കണം. അതിന്റെ ഉറവിടം അന്വേഷിച്ചു പോയാൽ ഒരുപക്ഷെ മുതിർന്ന പലരും കൊടുങ്ങും എന്നുള്ളത് കൊണ്ട് ആ അന്വേഷണം ഒന്നും എവിടെ എത്താതെ പോയി. ഇപ്പോ ഷാഫി പറമ്പലിനെതിരെ സുരേഷ് ബാബു ഉന്നയിച്ചിരിക്കുന്ന ആരോപണം എന്താ? അദ്ദേഹം ഒരു സ്ത്രീലമ്പടനാണ്, ഒരു എന്താ പറയാ പെണ്ണുപിടിയനാണ് എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ഷൈൻ ടീച്ചർക്കെതിരെ എറണാകുളത്തെ ആരോപണം വന്നപ്പോ പല്ലും നഖവും ഉപയോഗിച്ച് CPM അതിനെ എതിർത്തതാണ്. മുതിർന്ന നേതാക്കളും വനിതാ നേതാക്കളും എല്ലാം ഒരേപോലെ തന്നെ അവര് തന്നെ രംഗത്ത് വന്ന് സ്വയം ന്യായീകരിക്കുന്നു. അത് അവർക്ക് അതിനുള്ള എല്ലാ അവകാശമുണ്ട്. അത്തരത്തില് ഒരു ഇല്ലാത്തൊരു ആരോപണമാണ് ഉന്നയിച്ചതെങ്കിൽ അതുപോലെ ഒരു മാന്യമായ സ്ത്രീയെ എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ച ഒരാളെ അങ്ങനെ അധിക്ഷേപിക്കാൻ പാടില്ല. അതുപോലെ തന്നെ വൈപ്പിൻ MLAക്കെതിരെയും ഈ രീതിയിലുള്ള ആരോപണം വന്നത്. അപ്പൊ ഇതൊന്നും ആർക്കും ഒരു പാർട്ടിക്കും അടിസ്ഥാനമില്ലാത്ത ഇത്തരം ആരോപണങ്ങൾ, ഉടയോനില്ലാത്ത എന്താ പറയാ ആരോപണങ്ങളാണ് അതൊക്കെ. ഇത്തരം ആരോപണങ്ങൾ കേരള രാഷ്ട്രീയത്തെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? CPM ഇതൊക്കെ ചെയ്താൽ ഇപ്പൊ റെജി ലൂക്കോസിന്റെ അവസാന വാചകം ഞാൻ കേട്ടു. അദ്ദേഹം ഒന്നുമില്ലാതെ പറയില്ല എന്നൊക്കെ എങ്ങനെയാണ് റെജി ലൂക്കോസ് ഉറപ്പിക്കുന്നത്? സുരേഷ് ബാബുവിന് എന്തും പറയാം, പക്ഷെ അവിടെയുള്ള ഈ പറവൂരിലെ ഗോപാലകൃഷ്ണൻ പറയാൻ പാടില്ല, ഷാജഹാൻ പറയാൻ പാടില്ല. അവര് പറഞ്ഞാൽ അത് ഭയങ്കര അധിക്ഷേപമായി, അങ്ങേയറ്റത്തെ ലോകത്തെ ഏറ്റവും വലിയ പാപവും കുറ്റമായി. നേരെ മറിച്ച് ഇപ്പുറത്ത് വളരെ മാന്യനായ കേരളം വളരെ ബഹുമാനത്തോടെ കാണുന്ന കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും എന്താ പറയാ അങ്ങേയറ്റം ആളുകൾ പ്രതീക്ഷയോടെ നോക്കി കാണുന്ന ഒരു നേതാവാണ് ഷാഫി പറമ്പിൽ. ഇത്രയും ജനസ്വാധീനമുള്ള, ഇത്രത്തോളം ജനങ്ങൾക്കിടയിൽ ആക്സെപ്റ്റബിലിറ്റിയും അതുപോലെ തന്നെ അംഗീകാരമുള്ള നേതാക്കൾ യുവജനങ്ങൾക്കിടയിൽ വളരെ കുറവാണ്. അപ്പൊ ആ മനുഷ്യനെ എങ്ങനെ ടാർണിഷ് ചെയ്യാം? ഇപ്പൊ ഷാഫിന് മറുപടി പറഞ്ഞ എന്താ? വേറെ ഒന്നും പറയാനില്ലാത്തത് കൊണ്ടാണോ ഇതൊക്കെ പറയുന്നത്? നിങ്ങൾക്ക് രാഷ്ട്രീയമായിട്ട് ഒരു ഇഷ്യൂ പറയാനില്ല, ഒരു നേട്ടം ഉയർത്തിപ്പിടിക്കാനില്ല. തെരഞ്ഞെടുപ്പ് വരുന്ന ഘട്ടത്തിൽ നിങ്ങളുടെ ആവനാഴിയിൽ അസ്ത്രങ്ങൾ ഇല്ലാതെ വരുമ്പോൾ നിങ്ങളുടെ കൈവശം നിങ്ങളെ ന്യായീകരിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ജനങ്ങളുടെ മുമ്പിൽ പറഞ്ഞു നിൽക്കാനോ ഉള്ള ഒന്നും നേട്ടങ്ങളില്ലാതെ വരുമ്പോൾ ഇത്തരം വൃത്തികെട്ട ആരോപണങ്ങൾ ഉന്നയിച്ച് മനുഷ്യരെ എന്താ പറയാ തേജോവധം ചെയ്യുന്ന രീതിയിലേക്ക് പോയാൽ അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കും എന്ന് അദ്ദേഹം പറയുന്നു.
നമുക്ക് കാത്തിരുന്ന് കാണാം. തീർച്ചയായിട്ടും സുരേഷ് ബാബുവിന്റെ ആരോപണം വളരെ ഗുരുതരമായ ആരോപണമാണ്. ഒരു യുവ നേതാവിനെ, ഭാവിയുടെ വലിയ വാഗ്ദാനമായ യുവ നേതാവിനെ സമൂഹ മധ്യത്തില് അപമാനിക്കാൻ, തേജോവധം ചെയ്യാൻ കൽപ്പിച്ചുകൂട്ടി ചെയ്ത ഒരു നടപടിയാണത്. തീർച്ചയായിട്ടും അതിന് അടിസ്ഥാനമില്ലെങ്കിൽ, തെളിവുകളൊന്നുമില്ലെങ്കിൽ തീർച്ചയായിട്ടും സുരേഷ് ബാബു എന്ന് പറയുന്ന ഉത്തരവാദപ്പെട്ട CPM-ന്റെ ജില്ലാ സെക്രട്ടറി ഇതിന് മറുപടി പറയുക തന്നെ വേണം. അദ്ദേഹത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കുക. CPM നേതാക്കളാകുമ്പോൾ പോലീസിന്റെ ആക്ഷനൊക്കെ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. കോൺഗ്രസ്സുകാർ അല്ലെങ്കിൽ അവരുടെ നേതാക്കൾക്കെതിരെ ആരോപണം വന്നാൽ അവർ ഓടിച്ചിട്ട് പിടിക്കും. ഒട്ടനടി ഇമ്മീഡിയറ്റ് ആക്ഷനാണ്. നേരെ മറിച്ച് മാധ്യമപ്രവർത്തകർക്കെതിരെയൊക്കെ എന്തെല്ലാം ആരോപണങ്ങൾ വന്നിരിക്കുന്നു, ആർക്കൊക്കെ എതിരെ ആരോപണങ്ങൾ വന്ന്, എത്ര പരാതികളുണ്ട് സൈബർ സെല്ലിന് കൊടുത്തിട്ടുള്ള, സർക്കാരിന് കൊടുത്തിട്ടുള്ള, മുഖ്യമന്ത്രിക്ക് നേരിട്ട് കൊടുത്തിട്ടുള്ള. പക്ഷെ ആ പരാതികളിലൊന്നും ഒരു ആക്ഷൻ ഉണ്ടാവാറില്ല. പക്ഷെ ഇപ്പോ ഷൈൻ ടീച്ചർക്കെതിരെ വന്ന ആരോപണത്തിൽ വളരെ ക്വിക്കായിട്ടുള്ള ആക്ഷനാണ് വരുന്നത്, വളരെ സ്പീഡി ആക്ഷൻസ് വരുന്നത്. ഇപ്പുറത്ത് പരാതി വന്നാൽ അതൊക്കെ ഇങ്ങനെ തണുപ്പിച്ച് ആറിയ കഞ്ഞി പഴങ്കഞ്ഞിയാക്കി അങ്ങനെ എങ്ങും അല്ലാതാക്കി തീർക്കും. അങ്ങനെ ഷാഫി കൊടുത്ത പരാതികളും അങ്ങനെയൊക്കെയാണല്ലോ അവസാനിച്ചിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഗുരുതരമായ ആരോപണമാണ്. അടിസ്ഥാനമില്ലാത്തൊരു ആരോപണമാണെങ്കിൽ അത് സുരേഷ് ബാബു അതിന് മറുപടി പറയുക തന്നെ വേണം, അല്ലെങ്കിൽ മറുപടി പറയിക്കുക തന്നെ വേണം എന്നാണ് എന്റെ അഭിപ്രായം. ഇത്തരം ഉടയോനില്ലാത്ത ആരോപണങ്ങളുമായിട്ട് വരുന്ന രാഷ്ട്രീയ നേതാക്കൾ സ്വയം ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ പറഞ്ഞ രീതിയിൽ ആളുകളെ ഈ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ച് കാണുന്ന പെൺകുട്ടികളെ മുഴുവൻ കണ്ടാൽ കൊള്ളാമെന്നുണ്ടെങ്കിൽ അവരെ എല്ലാം ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോകുന്ന ഒരു വിഷയാസക്തനായ അല്ലെങ്കിൽ തനി സ്ത്രീലമ്പടനായ ഒരാളാണ് ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന KPCC ഉപാധ്യക്ഷൻ, വടകരയുടെ MP, കേരളത്തിന്റെ ഒരുപാട് പേര് വലിയ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന ഭാവി കേരളത്തിന്റെ രാഷ്ട്രീയ വാഗ്ദാനം എന്നൊക്കെ കാണുന്ന ഒരാളെ ഈ രീതിയിൽ ആക്രമിക്കുമ്പോൾ, ഈ രീതിയിൽ അദ്ദേഹത്തെ തേജോവധം ചെയ്യുമ്പോൾ സുരേഷ് ബാബു ആലോചിക്കണം. ഈ ആരോപണം ഉന്നയിക്കുമ്പോൾ എല്ലാവർക്കും ഉണ്ട് കുടുംബവും, എല്ലാവർക്കും ഉണ്ട് ഭാര്യയും, എല്ലാവർക്കും ഉണ്ട് മക്കളും ഒക്കെ. അപ്പോ ഈ ഇത്തരം ഒരു ആരോപണം തനിക്ക് നേരെയാണ് വരുന്നതെങ്കിൽ, അടിസ്ഥാനമില്ലാത്തൊരു ആരോപണമെങ്കിൽ സുരേഷ് ബാബുവിനെയും കുടുംബത്തെയും അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരെയും എത്രത്തോളം വേദനിപ്പിക്കും എന്നുള്ള കാര്യം ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കും. രാഷ്ട്രീയം എന്ന് പറയുന്നത് ഈ രീതിയിലുള്ള ആരോപണങ്ങളല്ല. രാഷ്ട്രീയം എന്ന് പറയുന്നത് കുറെ കൂടി ഒരു സർഗാത്മക പ്രവൃത്തിയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പുതിയ കാലത്ത് ഈ ലൈംഗിക അപവാദവും ആരോപണവും ഒന്നും ഉന്നയിച്ചല്ല രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ടത്. വിഷയാധിഷ്ഠിതമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക. ജനങ്ങളുടെ മുമ്പിൽ സ്വന്തം പ്രത്യയശാസ്ത്രവും സ്വന്തം വികസന നേട്ടങ്ങളും ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് ആ പാർട്ടിയുടെ ഭാവി അല്ലെങ്കിൽ പ്ലാനിങ്ങുകളോ അല്ലെങ്കിൽ ഭാവിയിൽ എന്ത് ചെയ്യാൻ പോകുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. അല്ലാതെ എതിരാളികളെ ഇങ്ങനെ ലൈംഗിക അപവാദത്തിൽ കുടുക്കി അത് ചെയ്തുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു മൂന്നാം തരം രാഷ്ട്രീയമാണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. സുരേഷ് ബാബുവിനെ പോലുള്ളവർ ഇത്തരം ആരോപണം ഉന്നയിക്കുന്നതിന് മുമ്പ് 3 അല്ല 30 തവണ ആലോചിക്കണം എന്നാണ് എനിക്ക് പറയാം. ശരി, വളരെ നന്ദി ശ്രീ ജോർജ് പൊടിപ്പാറ പ്രതികരിച്ചതിന്. എന്തായാലും പാലക്കാട് രാഷ്ട്രീയത്തിൽ ഒരു ഷാഫി പറമ്പിൽ CPM പോരിലേക്ക് കടക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അത്തരത്തിലുള്ള പരാമർശമാണ് ഷാഫി പറമ്പിലിൻ്റെ ഭാഗത്തുനിന്നും ഒപ്പം തന്നെ CPM-ന്റെ ജില്ലാ സെക്രട്ടറിയുടെ ഭാഗത്തുനിന്നും ഇന്നുണ്ടായിരിക്കുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.